നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പണിതിട്ടും പണിതീരാത്ത തൊടുപുഴ നഗരസഭ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര നാശത്തിന്റെ വക്കിൽ. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ കരിമണ്ണൂർ പഞ്ചായത്തിലെ വേനപ്പാറയിലെ അപകടാവസ്ഥയിലായ ഫ്ളാറ്റ് DCC പ്രസിഡന്റ് CP മാത്യുവും കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫും സന്ദർശിച്ചു. റിട്ടയർഡ് അധ്യാപിക PR സരോജിനിയമ്മ എഴുതിയ നടന്നു കയറിയ വഴികൾ ആത്മകഥ 30-ന് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സിന് ഫൈനൽ ഫയർ NOC ലഭിച്ചതായി നഗരസഭാ ചെയർമാൻ K ദീപക് അറിയിച്ചു. കിക്ക് ഡ്രഗ്സ് CS2 സ്പോർട്സിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ണപ്പുറത്തെ പ്രമുഖ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കായിക താരങ്ങളെ ആദരിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പണിതിട്ടും പണിതീരാത്ത തൊടുപുഴ നഗരസഭ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര നാശത്തിന്റെ വക്കിൽ. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ സീലിംഗ് പൊളിഞ്ഞു വീണു. മേൽക്കൂരയും തകരുന്ന അവസ്ഥയിലാണ്. തൊടുപുഴ നഗരസഭ ബസ് സ്റ്റാൻഡിൽ തല ഉയർത്തി നിൽക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ പണിതിട്ടും പണിതീരാത്ത മഹാസൗധമാണ്. നിർമ്മാണത്തിന്റെ പൂർത്തീകരണം നടത്താൻ കഴിയാത്തതുകൊണ്ട് തുറന്നു കൊടുത്തിട്ടില്ല. അതിനാൽ തന്നെ നാശത്തിന്റെ വക്കിലാണ്. ഇരുമ്പ് സ്റ്റെപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗ്ലാസ് ജനാലകൾ പൊട്ടിപ്പോയിരിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും മേൽക്കൂരയുടെ സീലിംഗ് തകർന്നു വീണു. ഓടുകൾ ഇളകി മാറിയ അവസ്ഥയിലാണ്. നഗരസഭ അധികൃതരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് കംഫർട്ട് സ്റ്റേഷൻ നശിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് 2018 പണി തുടങ്ങിയതാണ്, കോവിഡിനൊക്കെ മുമ്പായിട്ട്. ഇപ്പം 2025 ഇതുവരെ ഈ എത്ര പരാതികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വാർത്തകളും ഒക്കെ വന്നതെന്നറിയോ? ഇതുവരെ ഇതിനൊരു ബാക്കി പണികൾ പൂർത്തീകരിക്കാനോ ഇതിൻ്റെ ടാങ്ക് പണിയാനോ ഒരു തീരുമാനമായിട്ടില്ല. 60 ലക്ഷം രൂപയോളം മുടക്കി ഇത് പണിതിട്ടിട്ട് 2018 പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7 വർഷത്തോളമായി. ഇതുവരെയും അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. ഇത് ഭയങ്കരമായ അനാസ്ഥയാണ്, മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് കൊണ്ട് സാധാരണക്കാർക്ക് അതിൻ്റെ അകത്ത് പോലും കയറാൻ പറ്റിയില്ല. സ്ത്രീകൾക്കോ കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് ആ ടോയ്ലറ്റിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. സീലിംഗ് പോയെന്ന് പറഞ്ഞാൽ ഇത് 5 വർഷമായില്ലേ. ഇതിൻ്റെ പണിയിൽ എല്ലാം വളരെ മോശമാണ്. ഇത് രണ്ടാമത് ഒന്ന് കെട്ടിയെടുത്തു, ഈയിടെങ്ങാണ്ട് വന്ന് കുറേ മെയിൻ്റനൻസ് ചെയ്തു, ടൈലെല്ലാം ഒട്ടിച്ചു. ഇത് ഓരോ വർഷവും ലക്ഷങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മുടക്കിക്കൊണ്ടിരിക്കുക. ഇത് ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. ഇത് ഉപയോഗിക്കാൻ ഇതുവരെ ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. ഈ കഴിഞ്ഞ വർഷവും വന്ന് കുറേ ലക്ഷങ്ങളുടെ പണി ഇതിനകത്ത് ചെയ്തു, ടൈലിട്ടു. ഇപ്പം തന്നെ ഉദ്ഘാടനമാണെന്ന് പറഞ്ഞു. അത് ഇതുവരെയും ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അതിന്റെ ടാങ്ക് പിടിപ്പിക്കാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല ഈ 7 വർഷത്തിന് മുന്നിൽ. പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ തന്നെ കംഫർട്ട് സ്റ്റേഷൻ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ്. മദ്യപാനവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഇവിടെയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് പോലുമില്ല. തൊടുപുഴ നഗരത്തിലെത്തുന്നവർക്ക് ഗുണപ്രദമാകേണ്ടുന്ന കംഫർട്ട് സ്റ്റേഷൻ അധികൃതരുടെ അലംഭാവം മൂലം കെട്ടുകാഴ്ചയായി നിലകൊള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലൈഫ് ഫ്ലാറ്റ് അന്തേവാസികളെ സർക്കാർ മൃഗതുല്യമായി കാണുന്നുവെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. കരിമണ്ണൂർ വേനപ്പാറയിൽ 7 കോടിക്കടുത്ത് രൂപ മുടക്കി നിർമ്മിച്ച ലൈഫ് ഫ്ലാറ്റിന്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു അദ്ദേഹം. CP മാത്യുവിനൊപ്പം കോൺഗ്രസ് നേതാക്കളായ മനോജ് കോക്കാട്ട്, TK നാസർ, ജിജി അപ്രേം ഉൾപ്പെടെ നിരവധി നേതാക്കളും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരായ AN ദിലീപ് കുമാർ, ബിബിൻ അഗസ്റ്റിൻ തുടങ്ങിയവർ അദ്ദേഹത്തെ അനുഗമിച്ചു. കരിമണ്ണൂരിൽ വേനപ്പാറയിൽ 7 കോടിക്കടുത്ത് രൂപ മുടക്കി നിർമ്മിച്ച ലൈഫ് ഫ്ലാറ്റ് തകർന്നടിയുന്ന അവസ്ഥയിൽ. കനത്ത മഴയിൽ സൺഷെയ്ഡ് ഇല്ലാത്ത അവസ്ഥയിൽ ഭിത്തി ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ചത് കുതിർന്ന് തകർന്ന അവസ്ഥയിലാണ്. ഫ്ളാറ്റിന്റെ ശോചനീയമായ അവസ്ഥയും ആളുകളുടെ ദുരിത ജീവിതവും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് DCC പ്രസിഡന്റ് CP മാത്യു കരിമണ്ണൂരിലെത്തിയത്. 2023 കോൺഗ്രസ് നേതാവ് മനോജ് കോക്കാട്ട് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ട് ഗവൺമെന്റ് നിസ്സംഗ നിലപാട് സ്വീകരിച്ചിരുന്നു. കനത്ത മഴയിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ CP മാത്യുവിനോട് ഫ്ളാറ്റിലെ ശോചനീയാവസ്ഥയെക്കുറിച്ചും പഞ്ചായത്തിന്റെ നിരുത്തരവാദിത്തത്തെപ്പറ്റിയും സംസാരിച്ചു. വീടുകൾക്കുള്ളിൽ വെള്ളം പനിച്ചിറങ്ങുകയും വൈദ്യുതി ലീക്കാകുകയും ചെയ്യുന്നു. സമീപത്തുള്ള കുളം മലിനമായി കിടക്കുകയാണ്. മാലിന്യ സംസ്കരണ സൗകര്യങ്ങളില്ല. DCC പ്രസിഡന്റ് ജില്ലാ കളക്ടറെയും പഞ്ചായത്ത് അധികൃതരെയും ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. കൊള്ളയാണ് ഈ പണിതവരുടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ഉള്ള നടപടികൾ അടിയന്തരം. മറ്റ് ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ മറ്റ് നടപടികൾ അടിയന്തരമായി ചെയ്യാൻ
ഗവൺമെന്റ് തയ്യാറാവണം. പഞ്ചായത്ത് ചെയ്യണം. ആ കുളത്തിലെ വെള്ളമാണ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ നല്ല ശുദ്ധജലമാണ്. പക്ഷേ 10-15 അടി ആ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് 15 അടിക്കോ എത്ര ഒന്നും നിശ്ചയമില്ല, 4 വെള്ളമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ കുളം ശുദ്ധീകരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആ വെള്ളമെടുത്ത് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കൂലിപ്പണിക്കാരായ ആളുകൾക്ക് 400 രൂപ ഒരു മാസം വെച്ച് ശിക്ഷ അനുഭവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കെട്ടിടത്തിന് നമ്പറില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് അത് പഞ്ചായത്തിന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അടിയന്തരമായി പഞ്ചായത്ത് ആ കുളം ഇപ്പം വെള്ളമാണ്, മഴയാണ്, എന്തെങ്കിലും സാങ്കേതികത്വം കണ്ടുപിടിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാര്. അത് ശുദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. എല്ലാം ഒരു അശാസ്ത്രീയമായ ഒരു പണി എന്നുള്ളതല്ലാതെ ന്യായമായ ഒരു പണി നടത്തിയിട്ടില്ല. 10 ലക്ഷം രൂപയ്ക്ക് തീരാവുന്ന ബിൽഡിങ് 18 ലക്ഷം രൂപയിൽ കൊള്ളയടിച്ചു കൊണ്ടുപോയ ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. അതിന് അടിയന്തരമായി മറ്റുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അതില്ലെങ്കിൽ രാജു കുര്യൻ, ജോജോ വെച്ചൂർ, പി കെ ശിവൻകുട്ടി, ഷാജൻ ജെയിംസ്, സോജൻ വർഗീസ്, വിജയൻ കരിമണൂർ, ജോസഫ് തെറ്റാലി, PM ഐസക് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരായ AN ദിലീപ്, ബിബിൻ അഗസ്റ്റിൻ തുടങ്ങിയവർ അദ്ദേഹത്തെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. റിട്ടയേർഡ് അധ്യാപിക PR സരോജിനിയമ്മ എഴുതിയ നടന്നു കയറിയ വഴികൾ ആത്മകഥ 30-ന് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ പുസ്തക പ്രകാശനം നിർവഹിക്കും. കുടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മണിയാറൻകുടി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപികയായിരുന്നു സരോജിനിയമ്മ ടീച്ചർ. സ്ത്രീകൾക്ക് വേണ്ടത്ര അവസരങ്ങളോ അംഗീകാരങ്ങളോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ച ഒരു സ്ത്രീ നടത്തിയ അതിശയിപ്പിക്കുന്ന ജീവിതയാത്രയുടെ കഥയാണ് നടന്നു കയറിയ വഴികൾ. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉയർന്ന വെല്ലുവിളികളെ അതിജീവിച്ച് തലമുറകൾക്ക് വെളിച്ചമായി മാറിയ PR സരോജിനിയമ്മ ടീച്ചറുടെ ജീവിതകഥ ഏവരെയും പ്രചോദിപ്പിക്കും. മെയ് 30-ന് രാവിലെ 11:30-ന് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുസ്തക പ്രകാശനം നടത്തും. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സരോജിനിയമ്മ ടീച്ചറുടെ ശിഷ്യൻ കൂടിയായ SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗറിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കും. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗവും ടീച്ചറുടെ ശിഷ്യനുമായ പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിക്കും. സരോജിനിയമ്മ ടീച്ചറുടെ ശിഷ്യരും പൂർവ്വ വിദ്യാർത്ഥി സംഘടന, കുടയത്തൂർ പഞ്ചായത്ത്, ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ പ്രതിനിധികളുമായ പ്രൊഫസർ KA ആന്റണി, അഡ്വക്കേറ്റ് ഷിയാസ്, മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ തോമസ് ജോർജ് CMI, പ്രൊഫസർ S പെരുമാൾ പിള്ള, അഡ്വക്കേറ്റ് KK ചന്ദ്രൻപിള്ള, SB പണിക്കർ തുടങ്ങിയവർ പ്രസംഗിക്കും. സരോജിനിയമ്മ ടീച്ചറുടെ സമകാലികരായ അധ്യാപകരെ ആദരിക്കുന്ന ഗുരുവന്ദനം ചടങ്ങും അരങ്ങേറും. 30-ാം തീയതി വെള്ളിയാഴ്ച 11:30 മണിക്ക് സെന്റ് ജോസഫ്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഇറിഗേഷൻ മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റിനാണ് ബുക്ക് റിലീസ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ തൊടുപുഴയുള്ള അദ്ദേഹം അമ്മയുടെ സ്റ്റുഡൻറ്റും കൂടെയാണ്, ഓൾഡ് സ്റ്റുഡൻറ്റും കൂടെയാണ്. അദ്ദേഹമാണ് ബുക്ക് റിസീവ് ചെയ്ത് ബുക്കിനെ പറ്റി സംസാരിക്കുന്നത്. പിന്നെ പ്രൊഫസർ MJ ജേക്കബ്, പ്രൊഫസർ KA ആന്റണി, പിന്നെ പ്രിൻസിപ്പൽ സെന്റ് ജോസഫ്സ് കോളേജിലെ മൂലമറ്റം, പിന്നെ അഡ്വക്കേറ്റ് KK ചന്ദ്രൻപിള്ള, ഇവരൊക്കെ സംസാരിക്കും. പിന്നെ കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഇത് സംഘടിപ്പിക്കുന്നത് കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തും കൊടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും മൂലമറ്റം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും ലയൺസ് ക്ലബും ചേർന്നിട്ടാണ്, കൊടയത്തൂർ ലയൺസ് ക്ലബും ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ MJ ജേക്കബ്, സഞ്ജീവ് സുനു, കുടയത്തൂർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി മെജോ മാത്യു, പൂർവ്വ വിദ്യാർത്ഥി B ഹരിലാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സിന് ഫൈനൽ ഫയർ NOC ലഭിച്ചതായി നഗരസഭാ ചെയർമാൻ K ദീപക് അറിയിച്ചു. വളരെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന് ഫയർ വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫയർ NOC ലഭിക്കുന്നതിനായി നിർബന്ധമായും പൂർത്തിയാക്കേണ്ട ചില നിർദ്ദിഷ്ട ജോലികൾ ഉണ്ടായിരുന്നു. ഇവ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തതിനാലാണ് അനുമതി ലഭിച്ചത്. ഈ ജോലികൾ വൈകിയതിനാലാണ് ലേലത്തിൽ മുറികൾ പിടിച്ചവർക്ക് അവ തുറന്നു കൊടുക്കാൻ സാധിക്കാതെ വന്നത്. ഈ തടസ്സം ഇനി ഇല്ലാതാകുമെന്നും വളരെ വേഗത്തിൽ ശേഷിച്ച നടപടികൾ റീടെൻഡർ അടക്കം പൂർത്തിയാക്കി മുറികൾ ഉടമകൾക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫയർ NOC ലഭിക്കാൻ താമസം വന്നപ്പോൾ അത്രയും നാളായി നമുക്കിത് തുറന്നു കൊടുക്കാവുന്ന റൂമുകൾ തുറന്നു കൊടുക്കാൻ സാധിക്കാതെ വന്നു. ഇത് ഫയർ NOCയുടെ ഇത് ലഭ്യമായതിനു ശേഷം മാത്രമേ ലിഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുതൽ മറ്റ് പല കാര്യങ്ങൾ നമ്പർ മുതലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാലതാമസം കൊണ്ടാണ് നമുക്കത് ഈ ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കാതെ വന്നത്. ഏതാണ്ട് 30ഓളം റൂമുകൾ നിലവിൽ അതിൽ ആളുകൾ ലേലത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇതുവരെ ഒരു റൂം പോലും തുറന്ന് ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ
ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനു വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ഫയറിൻ്റെ ഏജൻസിയെയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെയും ഇലക്ട്രിക്കൽ വിങ്ങിനെയും ഒക്കെ മങ്ങാട്ടുകോല തന്നെ വിളിച്ച് അവിടെ ഈ സ്പോട്ടിൽ കൊണ്ടുവന്ന് അവരുമായി അവിടെ നിന്ന് സംസാരിച്ച് ഈ കാര്യത്തിൽ ഇനി എന്തെല്ലാം ആവശ്യമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അവരോട് ആരായുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ സമയബന്ധിതമായി പണികളെല്ലാം പൂർത്തീകരിക്കുകയുണ്ടായി. അങ്ങനെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഫയർ NOCക്ക് വേണ്ടി അത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരെ അറിയിക്കുകയും അവർ കഴിഞ്ഞ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയതിൽ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫയർ NOC തരുന്ന സാഹചര്യമുണ്ട്. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് വേദിയിൽ താരമായി കാർത്തുമ്പി. ലോകത്തിലെ തന്നെ ചെറിയ ഇനം പശുക്കളിലൊന്നാണ് ആന്ധ്രയിൽ നിന്നുള്ള പുങ്കന്നൂർ പശു. പശുവിന്റെ ശരാശരി ഉയരം 97 സെന്റിമീറ്ററും കാളയുടേത് 107 സെന്റിമീറ്ററുമാണ്. ആന്ധ്രയിലെ ചിത്തൂരിലാണ് ഇവയുടെ ബഹുഭൂരിപക്ഷവും ഉള്ളത്. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റിലെത്തിയ പുങ്കന്നൂർ പശു ശ്രദ്ധേയമായിരിക്കുകയാണ്. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് വേദിയിൽ താരമായി കാർത്തുമ്പി. ലോകത്തിലെ തന്നെ ചെറിയ ഇനം പശുക്കളിൽ ഒരിനമാണ് ആന്ധ്രയിൽ നിന്നുള്ള പൊക്കം കുറഞ്ഞ തനത് നാടൻ പശു ഇനങ്ങളിലൊന്നായ പുങ്കന്നൂർ പശു അല്ലെങ്കിൽ പുങ്കന്നൂർ കുള്ളൻ. പശുവിന്റെ ശരാശരി ഉയരം 97 സെന്റിമീറ്ററും കാളയുടേത് 107 സെന്റിമീറ്ററും എന്നാണ് ഭാരത സർക്കാരിന്റെ കന്നുകാലി ജനിതക വിഭാഗത്തിന്റെ പഠനപ്രകാരം വ്യക്തമാക്കിയിട്ടുള്ളത്. പൊങ്കന്നൂർ ഇനം പശുക്കളാണ് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ചെറിയ ഇനങ്ങളിൽ ഒന്നാണ് ഈ പൊങ്കന്നൂർ പശുക്കൾ. ഇതിന്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ ആന്ധ്ര തിരുപ്പതി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഗോശാലയിൽ ഇത്തരത്തിലുള്ള പശുക്കളുണ്ട്. ഇപ്പോൾ ഇത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള പല സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരെണ്ണത്തിനെ കിട്ടിയതാണ്. ഇപ്പോൾ ഒരു 4-5 എണ്ണം ഉണ്ട്. ഞങ്ങളിതിനെ പ്രധാനമായിട്ടും വളർത്തിയാൻ തുടങ്ങിയത് ചാണകത്തിൻ്റെ ആവശ്യമാണ്. ഇതിൻ്റെ ചാണകത്തിന്, നാടൻ പശുവിൻ്റെ ചാണകത്തിനെല്ലാം ധാരാളം ബാക്ടീരിയ, പ്രയോജനകാരികളായ ബാക്ടീരിയ ഉണ്ട്. അതായത് 100 ഗ്രാം ചാണകത്തിൽ 300 മുതൽ 500 കോടി ബാക്ടീരിയകളുള്ള ചാണകമാണ്. മറ്റു പശുവിൻ്റെയാണ് വെറും 70 ലക്ഷം മാത്രം. ചാണകമാണ് പ്രധാനം. ആന്ധ്രയിലെ ചിത്തൂരിലാണ് ഇവയുടെ ബഹുഭൂരിപക്ഷവും ഉള്ളത്. ക്ഷേത്രപൂജ ആവശ്യങ്ങൾക്ക് ഇവയെ ഉപയോഗിച്ചു വരുന്നു. കൂടാതെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പശുവിന് ഒരു സാധാരണ മനുഷ്യന്റെ അരയൊപ്പം പൊക്കമേ കാണുകയുള്ളൂ. ഔഷധ ഗുണമുള്ളതാണ് ഇതിന്റെ പാലെന്നും കരുതപ്പെടുന്നു. പാലിനു പുറമെ ഇവയുടെ ചാണകവും മൂത്രവും കൃഷി ആവശ്യങ്ങൾക്കും ആയുർവേദ മരുന്ന് നിർമ്മാണ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചു വരുന്നു. റോട്ടിനെ വളരെയധികം പ്രതിരോധിക്കുന്ന ഒരു ഇനം പശുവാണ്. താരതമ്യേന അസുഖങ്ങളോ രോഗങ്ങളൊന്നും പിടിക്കാറില്ല. നനയുന്നത് ഒട്ടും ഇഷ്ടമല്ല. അഴിച്ചുവിട്ടേക്കാണെങ്കിൽ വെയിലത്തെ പോയി കിടക്കും, തണലത്തേ കിടക്കുകയില്ല. ചൂട് വളരെ ഇഷ്ടമാണ്. അതുപോലെ ഉണങ്ങിയ ഭക്ഷണം, വൈക്കോലും ഉണങ്ങിയ പുല്ലും ഉണങ്ങിയ ഇലകളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ കരിമണ്ണൂർ പഞ്ചായത്തിലെ വേനപ്പാറയിലെ അപകടാവസ്ഥയിലായ ഫ്ളാറ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് സന്ദർശിച്ചു. നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുള്ള അപാകതയാണ് ഫ്ളാറ്റ് അപകടാവസ്ഥയിലാവാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പിള്ളിൽ, പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. കേരള സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നിർവഹിച്ച് 40ഓളം ഭവനരഹിതർക്കായി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ കരിമണ്ണൂർ പഞ്ചായത്തിലെ വേനപ്പാറയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കാലവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ അപകട ഭീഷണിയിലാണ്. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിച്ചു. താമസക്കാരുടെ പരാതികൾ കേൾക്കുകയും ഫ്ളാറ്റിന്റെ ദുരവസ്ഥ നേരിട്ട് കാണുകയും ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും. ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റ് വേണമെന്നില്ല, കിടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഇത്രയും സ്ഥിര താമസക്കാർക്ക് എവിടെയെങ്കിലും ചെറിയൊരു പെര വെച്ച് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. ചെറിയൊരു ഒരുപാട് വലിയതൊന്നും ഞങ്ങൾ ചോദിക്കണില്ല. ഒരു 2 സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു 3 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയൊരു പെര ഞങ്ങൾക്ക് ഇതിനകത്ത് കിടക്കാൻ ഭയങ്കര പേടിയാണ്. അതുപോലെയാണ് ഞങ്ങളുടെ മുറികളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇനി നിങ്ങൾ മെയിൻ്റനൻസ് ചെയ്ത് തന്നാൽ ഇതിൻ്റെ അകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ നിൽക്കുന്ന എല്ലാവരുടെയും താല്പര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കൂടെ പറയണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാണ്. നിർമ്മാണത്തിൽ സംഭവിച്ചിട്ടുള്ള അപാകതയാണ് ഫ്ളാറ്റ് തകരുവാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. 7 കോടി രൂപയോളം ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഭവന സമുച്ചയം ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. വെള്ളം വീണാൽ നശിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചതും മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകുവാനുള്ള സാഹചര്യം ഒരുക്കാത്തതുമാണ് കെട്ടിടത്തിന്റെ തകർച്ചയ്ക്കും ശോചനീയാവസ്ഥയ്ക്കും കാരണമെന്നും കൂട്ടിച്ചേർത്തു. നിർമ്മാണത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണമെന്നും എത്രയും വേഗം അധികാരപ്പെട്ടവർ ഈ കാര്യത്തിൽ ഇടപെട്ട് താമസക്കാരുടെ ആശങ്കകൾ പരിഹരിച്ച് വാസയോഗ്യമാക്കി ഫ്ളാറ്റ് സമുച്ചയം പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശോചനീയമായ
അവസ്ഥയിലാണ് ഇന്ന് ഈ ഫ്ലാറ്റിൻ്റെ സ്ഥിതി. എല്ലാ മുറികളിലും അകത്ത് കയറി നോക്കുമ്പോഴൊക്കെ വെള്ളം മുകളിൽ നിന്ന് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രീ ഫാബ്രിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. നമ്മളെക്കാളും തീവ്രമായ കാലാവസ്ഥകളും മഞ്ഞ് പെയ്യുന്നതും അല്ലെങ്കിൽ വർഷം മുഴുവൻ മഞ്ഞ് അല്ലെങ്കിൽ ചൂടുള്ളതും മരുഭൂമിയിലൊക്കെ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി ലോകത്തെല്ലായിടത്തും ഒരു ഫ്ലാറ്റ് ഇതിപ്പം 2 വർഷമായുള്ള ആളുകൾ മാറി തുടങ്ങിയിട്ട് ഇവിടെ ഇങ്ങോട്ട് മാറി താമസിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഇവിടെ തീർത്തും വാസയോഗ്യമല്ലാത്ത രീതിയിൽ ഈ ഫ്ലാറ്റ് മൊത്തമായിട്ട് നശിച്ചു പോകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഞങ്ങൾ കണ്ടത് ഉപയോഗിച്ചിരിക്കുന്ന ആണി പോലും തുരുമ്പെടുത്ത് നശിച്ചു പോയി. ഈ മുകളിൽ ഫോൾ സീലിംഗ് കിട്ടുന്ന സാധനങ്ങൾ ഒടിഞ്ഞ് ആളുകളുടെ തലയിൽ വീഴാൻ പാകത്തിന് നിൽക്കുകയാണ്. ഇവിടെ താഴെ തന്നെ കുറേ അത് ഒടിഞ്ഞ് വീണു. ഒരു പക്ഷേ ഈ ഫുട്ടേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ സാമഗ്രികളും ആ നിർമ്മാണ പ്രക്രിയയിലും ഉണ്ടായ വീഴ്ചകളാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ഫ്ലാറ്റിനെ കൊണ്ടുവരാൻ ഉള്ള ഒരു സാഹചര്യത്തിന് ഇടയാക്കിയത്. അത് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരെ അടിയന്തരമായിട്ട് പറഞ്ഞിട്ട്, കാരണം ഇനി കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ മഴ അതികഠിനമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ഈ ഒരു മഴ സീസണിൽ ഇവിടെ ആളുകൾക്ക് താമസിക്കുവാൻ അടിയന്തരമായ സർക്കാരിന്റെ ഭാഗത്തുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിച്ച അബു ജോൺ ജോസഫിനോടൊപ്പം കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി, പഞ്ചായത്ത് മെമ്പർമാരായ ബൈജു വറവുങ്കൽ, ജീസ് ആയത്തുപാടം, ടെസി വിൽസൺ, ഷേർലി സെബാസ്റ്റ്യൻ, AN ദിലീപ് കുമാർ, വിപിൻ അഗസ്റ്റിൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് VA സക്കീർ തുടങ്ങിയ ജനപ്രതിനിധികളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടുക്കി തൂക്കുപാലത്ത് മരം വീണ് വീട് തകർന്നു. തൂക്കുപാലം വെസ്റ്റുപാറ സ്വദേശി ചക്കുകുഴിയിൽ രവീന്ദ്രന്റെ വീടാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് സമീപം നിന്നിരുന്ന കൂറ്റൻ ഈട്ടിമരം കഴിഞ്ഞ രാത്രി 10 മണിയോടെ കടപുഴകി വീഴുകയായിരുന്നു. ഉണങ്ങി നിന്നിരുന്ന ഈട്ടി വെട്ടിമാറ്റാൻ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് അനുമതി നൽകിയിരുന്നു. എന്നാൽ കനത്ത മഴ പെയ്തതിനാൽ ജോലിക്കാരെ ലഭ്യമാകാതെ വന്നതോടെ മരം മുറിക്കാൻ സാധിച്ചില്ല. ഒരു 10-24 ദിവസത്തിന് മുമ്പേ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിരുന്നു. അവർ പറഞ്ഞു അത് പോസ്റ്റുകാരുമായിട്ട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഈ മഴയ്ക്ക് 2 ദിവസത്തിന് മുമ്പേ മഴയ്ക്ക് തലേദിവസം വന്നിട്ട് അവർ പറയുന്നത് വെട്ടിക്കോളാൻ പറയുന്നു. അത് വെട്ടുന്ന സമയത്ത് ഞങ്ങൾ വന്ന് നിൽക്കണം, എന്നിട്ട് ഇത് വെട്ടാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആളിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഈ മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കയറാൻ നോക്കിയില്ല, കയറുന്നെങ്കിൽ വെട്ടം കാണണം, വെയിലോ വെട്ടോ കാണാതെ കയറാൻ നോക്കിയാൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മറിയില്ല. പിള്ളേരും 2 പിള്ളേരും മകളുടെ 2 പിള്ളേരും മകളും ഉണ്ടായിരുന്നു. അപ്പം ഇവർ 4 പേരുണ്ടായിരുന്നു ഇവിടെ. അവർ 2 പേരെ ഞാൻ പെങ്ങളുടെ അവിടോട്ടും പോയി കൊച്ചുമക്കളെ അവരുടെ അച്ഛൻ്റെ വീട്ടിലോട്ടും പറഞ്ഞു വിട്ടു. പിന്നെ പോയിട്ട് മരുമോനും മകളും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു ഈ സംഭവ സമയത്ത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നേതൃത്വം നൽകുന്ന കിക്ക് ഡ്രഗ്സ് സേസ് ടു സ്പോർട്സിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ണപ്പുറത്തെ പ്രമുഖ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കായിക താരങ്ങളെ ആദരിക്കുകയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെ അനുമോദിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ സെവൻസ് ത്രോബോൾ അസോസിയേഷൻ സെക്രട്ടറി ഷൗക്കത്ത് വെളിയത്തുകൂടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നേതൃത്വം നൽകുന്ന കിക്ക് ഡ്രഗ്സ് സേസ് ടു സ്പോർട്സിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ണപ്പുറത്തെ പ്രമുഖ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കായിക താരങ്ങളെ ആദരിക്കുകയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെ അനുമോദിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ സെവൻസ് ത്രോബോൾ അസോസിയേഷൻ സെക്രട്ടറി ഷൗക്കത്ത് വെളിയത്തുകൂടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കളിക്കളം, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ സ്പോർട്സ് രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും നല്ല ഒരു സന്ദർഭം നമ്മുടെ ഈ പഞ്ചായത്തിൽ ഉണ്ട്. എങ്കിലും അത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. എങ്കിലും നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടെ ഈ ഒരു കളിസ്ഥലം ഈ പഞ്ചായത്തിൽ ഉണ്ടാകുകയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ഞാനും ഷൗക്കത്തൊക്കെ കൂടി നമ്മുടെ സ്പോർട്സ് മന്ത്രി വന്നപ്പോൾ തന്നെ, കഴിഞ്ഞ ദിവസം തൊടുപുഴ വന്നപ്പോൾ തന്നെ നമുക്ക് അവർക്ക് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മുന്നറിയിപ്പ് മാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അബുസാർ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു നല്ലൊരു സാന്നിധ്യമുണ്ടെങ്കിൽ
നമുക്കിവിടെ ഈ പഞ്ചായത്തിൽ തന്നെ ഒരു കളിക്കളം കൊണ്ടുവരാൻ സാധിക്കും. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളൊക്കെ ധാരാളം എനർജിയുള്ള പിള്ളേരാണ്. നിങ്ങളിങ്ങനെ എനർജി കൊണ്ട് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്ന പിള്ളേരാണ്. ആ എനർജിക്ക് നമുക്കൊരു പുറത്തേക്കുള്ളൊരു ഔട്ട്ലെറ്റ് കിട്ടാത്തത് കൊണ്ടാണ് പല അവസരങ്ങളിലും നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്. ഇപ്പം എല്ലാവരും വീട്ടിൽ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മൊബൈൽ ഫോൺ എടുത്ത് തോണ്ടിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് കളിക്കാനൊരു അവസരങ്ങൾ ലഭിക്കുന്നില്ല. സ്കൂളുകളാണെങ്കിലും ഇന്ന് സ്പോർട്സിൻ്റെ പ്രാധാന്യം അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുക. കേരളത്തിലെ ഏതാനും വിരലെണ്ണാവുന്ന സ്കൂളുകൾ ഒഴിച്ച് അവിടെയൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേരിന് വേണ്ടി ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിൽ പോലും ഇന്ന് സാറന്മാർ വന്ന് സബ്ജക്റ്റിലെ എക്സ്ട്രാ ക്ലാസ്സുകൾ നടത്തുന്ന കാലമാണ്. സ്പോർട്സിന് നമ്മുടെ നാട്ടിൽ പ്രാധാന്യം കുറഞ്ഞുപോയി. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 1.4 ബില്യൺ, ഏതാണ്ട് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരു ഒളിമ്പിക്സ് മെഡല് കിട്ടണമെങ്കിൽ തലയങ്കുത്തി നിന്ന് പ്രയത്നിക്കേണ്ട അവസ്ഥയാണെങ്കിൽ നമ്മൾ ചൈനയെ കണ്ടുപിടിക്കുക. അവിടെയൊക്കെ നമ്മൾ പറയും ക്യാച്ച് ദം യങ് എന്ന് പറയും. 3-4 വയസ്സിലെ അവിടെ കുട്ടികൾക്ക് പരിശീലനം തുടങ്ങിയാണ്. ബീറ്റ്സ് യുണൈറ്റഡ് ക്ലബ് സെക്രട്ടറി സഹീർ വാണിയപ്പുരിയിൽ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കോച്ച് പ്രമോദ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ റഷീദ് തോട്ടുങ്കൽ, KM ഖാദർ, സുബേദ സുബേർ, വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സജി പോൾ, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി PM ഇല്യാസ്, പൊതുപ്രവർത്തകൻ പ്രസാദ് വണ്ണപ്പുറം ടൊർണാഡോസ് ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് സനു കക്കാട്ട് എന്നിവർ ആശംസകൾ നേർന്നു. കാളിയാർ യുവദർശന ക്ലബ്ബ് സെക്രട്ടറി ജിതിൻ മാത്യു, വണ്ണപ്പുറം ഫ്ലിപ്പ്കാർട്ട് ക്ലബ് രക്ഷാധികാരി നൌഷാദ് KU, അമ്പലപ്പടി യുണൈറ്റഡ് ക്ലബ് പ്രസിഡന്റ് ആദിൽ അലി, പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് പാർത്ഥസാരഥി, കാളിയാർ ആകാശം ക്ലബ്ബ് പ്രസിഡന്റ് ഷാരൂഖ് സലീം, വണ്ണപ്പുറം ബീറ്റ്സ് യുണൈറ്റഡ് ക്ലബ് പ്രസിഡന്റ് ഷെരീഫ് PA, വണ്ണപ്പുറം ഫ്ലിപ്പ്കാർട്ട് ക്ലബ് പ്രസിഡന്റ് ജീവൻ ബാബു, സെൽജോ സെഞ്ചുറി മുള്ളരിങ്ങാട്, നിലാവ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബിജു പാറയ്ക്കൽ, ടാലന്റ് ട്യൂഷൻ അക്കാദമി മാനേജർ മിഥിലാജ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ത്രോബോൾ ഇടുക്കി ജില്ലാ ട്രഷറർ സിറാജ് കൂനിയിൽ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വിശിഷ്ട വ്യക്തികൾ ചേർന്ന് കായിക താരങ്ങളെയും വിജയികളെയും ആദരിച്ചു. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മധുര ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഇതോടൊപ്പം പഞ്ചായത്തിലെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും റാങ്ക് ജേതാക്കളെയും ആദരിച്ചു. പദ്ധതി ഉദ്ഘാടനവും അവാർഡ് ദാനവും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേട നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മധുരം ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി മധുരക്കിഴങ്ങിന്റെ പോഷകമൂല്യം പരിഗണിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും മധുരക്കിഴങ്ങ് കൃഷി ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര കിഴങ്ങ് വർഗ്ഗവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഭൂസോന, ഭൂകൃഷ്ണ എന്നീ ഓറഞ്ച്, പർപ്പിൾ ഇനങ്ങളാണ് കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തത്. ഇതോടൊപ്പം പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും റാങ്ക് ജേതാക്കളെയും ആദരിച്ചു. പദ്ധതി ഉദ്ഘാടനം അവാർഡ് ദാനവും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേട നിർവഹിച്ചു. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ശരി, അതിനെല്ലാം മറികടക്കാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാകും. അതിനെല്ലാം മറികടന്ന് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ടതാണ്. ആരെല്ലാം ശ്രമിച്ചാലും എന്തെല്ലാം സംഭവം ഉണ്ടായാലും ശരി, ആ ലക്ഷ്യത്തെ തടയാൻ ആർക്കും കഴിയില്ല, എനിക്ക് മാത്രമേ കഴിയൂവെന്ന് നിങ്ങളൊരു ബോധ്യത്തോടെ മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട, നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്വപ്നം എന്ന് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുന്നോട്ടുള്ള പ്രയാണം എന്ന് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ അവിടെ എന്തെല്ലാം ഉണ്ടാകട്ടെ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരുപാട് സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച്, അതിനെല്ലാം വിവേചിച്ചറിഞ്ഞ്, അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ്, അപകടമണത്ത് അതിനെല്ലാം മറികടന്ന് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു നിശ്ചയദാർഢ്യം, ഒരു മനോധൈര്യം, ആത്മധൈര്യം, ആത്മവിശ്വാസം, അതാണ് നമുക്ക് കൈമുതലായി വേണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു, KM സെയ്ദ്, മെമ്പർമാരായ KK ഹുസൈൻ, പ്രിയ സന്തോഷ്, ഷെജി ബെസി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ, കൃഷി ഓഫീസർ സൗമ്യ സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അധികാരികളുടെ അനാസ്ഥ മൂലം നെല്ലിക്കുഴി സർക്കാർ ഹൈസ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സ്കൂളിലെ കെട്ടിടങ്ങൾ അപകട ഭീഷണി നേരിടുകയാണെന്നാണ് പരാതി. കൂടാതെ ഈ വർഷത്തെ പുതിയ അഡ്മിഷനായി 3-4 കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ എത്തിയിരിക്കുന്നതെന്നും പറയുന്നു. അടിയന്തരമായി വേണ്ടപ്പെട്ട അധികാരികൾ സ്കൂളിന്റെ ഉന്നമനത്തിനായി ഇടപെടണമെന്ന്
പൊതുപ്രവർത്തകൻ അലി പടിഞ്ഞാറേച്ചാലിൽ ആവശ്യപ്പെട്ടു. കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ നെല്ലിക്കുഴി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹൈസ്കൂൾ കെട്ടിടങ്ങൾ അപകട ഭീഷണി നേരിടുകയാണെന്ന് പരാതി. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ കോൺക്രീറ്റ് മന്ദിരത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. ഫയർഫോഴ്സ് NOC പോലും ഇല്ലാതെയാണ് പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അപകടമുണ്ടായാൽ കുട്ടികളെ രക്ഷിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടില്ല. ബാത്റൂം പൊട്ടിപ്പൊളിഞ്ഞ് വാതില് പോലുമില്ലാതെ കിടക്കുകയാണ്. വേണ്ടത്ര വാഷ് ബേസിൻ സൗകര്യം പോലും പുതിയ കെട്ടിടത്തിലില്ല. സ്കൂൾ ഗ്രൗണ്ട് കാട് കയറി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. പഴയ ഓടിട്ട കെട്ടിടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ്. കാലാവധി കഴിഞ്ഞ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഈ പ്രദേശം ഗ്രൗണ്ടാക്കി മാറ്റണമെന്നാണ് പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഈ വർഷത്തെ പുതിയ അഡ്മിഷൻ 3-4 കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ എത്തിയിരിക്കുന്നത്. അതും അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ. 2010-2015 കാലഘട്ടത്തിൽ ഹൈസ്കൂളാക്കി ഉയർത്തിയ ഈ വിദ്യാലയം 100% വിജയ തുടർച്ചയോടെ മുന്നോട്ട് നീങ്ങിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നെല്ലിക്കുഴി ഹൈസ്കൂൾ തകർച്ചയുടെ വക്കിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വിജയശതമാനം പുറകോട്ട് പോയതും ജനപ്രതിനിധികളായ അധികാരികളുടെയും PTA-യുടെയും അനാസ്ഥ മൂലമാണ്. സ്കൂൾ തുറക്കാൻ വളരെ ചുരുങ്ങിയ ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്കൂളിന്റെ അന്തരീക്ഷം ഭീതിപ്പെടുത്തുന്നതായി മാറിയതോടെ സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. വളരെ അടിയന്തരമായി വേണ്ടപ്പെട്ട അധികാരികൾ ഈ സ്കൂളിന്റെ ഉന്നമനത്തിനായി ഇടപെടണമെന്ന് പൊതുപ്രവർത്തകനായ അലി പടിഞ്ഞാറേച്ചാലിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോഴിപ്പള്ളി സർക്കാർ LP സ്കൂളിന്റെ ഹൈടെക് സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം ചേർന്നു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. മെയ് 31-ന് മന്ത്രി P രാജീവ് ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിക്കും. കോഴിപ്പള്ളി സർക്കാർ LP സ്കൂളിന്റെ ഹൈടെക് സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായി സംഘാടക സമിതി യോഗം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്നു. പഞ്ചായത്ത് അംഗങ്ങളായ KM സേദ്, ബേസിൽ യോഹന്നാൻ, PP കുട്ടൻ, ഷെജി ബെസി, സ്കൂൾ HM സണ്ണി PV, മുൻ HM ഫ്രാൻസിസ് J പുന്നോലിൽ, PTA പ്രസിഡന്റ് ഷിയാസ് NK, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 1919 ആരംഭിച്ച കോതമംഗലം മേഖലയിലെ ആദ്യത്തെ വിദ്യാലയങ്ങളിൽ ഒന്നാണ് ഇത്. ആന്റണി ജോൺ MLA പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്കൂളിന് അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പുതിയ മന്ദിരം ലഭിച്ചത്. 1,80,00,000 രൂപ ചെലവിൽ എല്ലാ പണികളും പൂർത്തിയായ ഹൈടെക് സ്കൂൾ മന്ദിരം 31-ന് വൈകിട്ട് 4-ന് നിയമ വ്യവസായ കയർ വികസന വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആന്റണി ജോൺ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ സബ് ജില്ലാ റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം വാർഷിക സമ്മേളനം നടത്തി. തൊടുപുഴ DEO ഷീബ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കവിയും സാഹിത്യകാരനുമായ ജോസ് കോനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുകയും ചെയ്തു. തൊടുപുഴ സബ് ജില്ലാ റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം വാർഷിക സമ്മേളനം നടത്തി. ഫോറം പ്രസിഡന്റ് TU ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം തൊടുപുഴ DEO ഷീബ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 30-35 ഒക്കെ വർഷക്കാലം സർവീസിലിരുന്ന് അധ്യാപകനായിട്ടും പ്രഥമാധ്യാപകനായിട്ടും ഒക്കെ ജോലി ചെയ്ത് നന്മയുള്ള ഒരു തലമുറയെ നന്മയുള്ള ഒരുപാട് തലമുറകളെ അവരെ കൈപിടിച്ച് കൊണ്ടു നടന്ന ഒരു കൂട്ടം അധ്യാപകരാണ് നിങ്ങൾ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറ്റക്കാർ നമ്മൾ അധ്യാപകർ മാത്രമൊന്നുമല്ല, ആണോ? ശരിക്കും കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ ആദ്യം പകർന്നു കിട്ടേണ്ടത് എവിടെയാണ്? അവരവരുടെ കുടുംബങ്ങളിൽ തന്നെയാണ്. നമ്മളുടെ ചില സ്ഥലങ്ങളിൽ, ചില കുടുംബങ്ങളിൽ കേട്ടിട്ടുണ്ട്, ചില അധ്യാപകരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ചില രക്ഷിതാക്കൾക്കുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള അധ്യാപകരായ രക്ഷിതാക്കൾ എന്തു പറഞ്ഞു കൊടുക്കും? അധ്യാപകനെ കുറ്റം പറഞ്ഞാൽ ഗുരുത്വം കിട്ടില്ല, അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഗുരുത്വമുള്ള കുഞ്ഞുങ്ങളായി വളരുകയും ചെയ്യും. ചിലർ ഇപ്പോഴത്തെ കാലത്ത് അധ്യാപകരൊക്കെ വല്ലാത്ത ഭീതിയിലാണ്. കാരണം കുട്ടികളെ എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ നാളെ ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ നാളെ കോടതിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന വല്ലാത്ത അങ്കലാപ്പിൽ അധ്യാപകരുടെ കയ്യിൽ നിന്ന് വടി എന്ന് പറയുന്നൊരു സാധനം, വടിയെടുത്ത് എല്ലാവരും അടിക്കണം എന്നല്ല എങ്കിൽ പോലും സാറെല്ലാം പരാമർശിച്ചു കഴിഞ്ഞു. നമ്മളുടെ ഒരു ശിക്ഷണം, ആ ഒരു അവസ്ഥയൊക്കെ മാറിക്കൊണ്ടുള്ള ഒരു അധ്യാപക സമൂഹം, അധ്യാപക കാലഘട്ടമൊക്കെയാണ്. ചടങ്ങിൽ കവിയും സാഹിത്യകാരനുമായ ജോസ് കോനാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. പാകതയില്ലാത്ത നമ്മളെക്കാൾ ലോകപരിചയം നേടി നന്മയും തിന്മയും വേർതിരിക്കാൻ നമ്മളെക്കാളും മനസ്സിലാക്കി എന്തു ചെയ്യാനും അഗാധമായി ചിന്തിച്ചു മൂർച്ച കൂട്ടി ഉല്ലസിക്കുന്ന ഗുരുക്കളാണ് വെള്ളിത്തലമുടിയുള്ള കൂട്ടർ. നമ്മളെ ആ രീതിയിൽ അടയാളപ്പെടുത്തിയ കവികൾ മലയാളത്തിലുണ്ട്, നിങ്ങൾക്കറിയാം. അധ്യാപികമാരെക്കുറിച്ചാണെങ്കിൽ മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ കവി വൈലോപ്പിള്ളി പറഞ്ഞത് ആർജിത പുണ്യകൾ അധ്യാപികമാർ എന്നാണ്.
ഞങ്ങൾ അധ്യാപകരെക്കുറിച്ച് അത് പറഞ്ഞിട്ടില്ല. ആർജിത പുണ്യകൾ അധ്യാപികമാർ, അരിയ പിതാക്കളും അതുപോലെ. മുദിത മനസ്സിൻ വേദനയാലവർ മൃതിയെ സ്വപ്നം കാണുകയിലും അമൃത് തളിച്ചേ ജീവിപ്പിക്കാൻ അരികത്ത് അർഭകരുണ്ടല്ലോ എന്ന്. അർഭകർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ഞാൻ നിങ്ങളോട് അർത്ഥമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു മട്ട അർഭകർ ഔഷധങ്ങൾ താൻ എന്ന് സീത, ചിന്താവിഷ്ടിയായ സീതയിൽ കുമാരനാശാൻ സീതയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ ലവനും കുശനും വാൽമീകിയുടെ കൂടെ അയോധ്യയിലേക്ക് പോയ സമയത്താണല്ലോ ചിന്താവിഷ്ടയാകുന്നത് സീത. ആ ചിന്തകളുടെ കൂട്ടത്തിൽ ഒരു മട്ട് കുട്ടികൾ അർഭകർ ഔഷധങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു സദസ്സിന്റെ മുന്നിലാണ് ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നത്. സെക്രട്ടറി ടി മാത്യു സ്വാഗതം ആശംസിക്കുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. യോഗത്തിൽ ജസീന്ത ജോസഫ് അനുസ്മരണവും ട്രഷറർ റോയ് ടി ജോസ് കണക്ക് അവതരണവും നടത്തി. തുടർന്ന് സംഘടനയിൽ പുതിയതായി ചേർന്ന അംഗങ്ങളെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. വാർദ്ധക്യത്തിന്റെ ദീനത അവഗണിച്ചും സമ്മേളനത്തിൽ എത്തിച്ചേർന്ന മുതിർന്ന വനിതാ പുരുഷാംഗങ്ങളെ ആദരിച്ചു. റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ജോയിന്റ് സെക്രട്ടറി MO പോലോസ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വനത്തിനുള്ളിൽ വിറക് ശേഖരിക്കുന്നതിനിടെ സമീപത്ത് കാട്ടുപോത്ത് നിൽക്കുന്നത് കണ്ട് ഭയന്നോടി വീണ് ആദിവാസി വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കുമളി മന്നാക്കുടി സ്വദേശി മഞ്ജു ചന്ദ്രനാണ് പരിക്കേറ്റത്. വനത്തിനുള്ളിൽ വിറക് ശേഖരിക്കുന്നതിനിടെ സമീപത്ത് കാട്ടുപോത്ത് നിൽക്കുന്നത് കണ്ട് ഭയന്നോടി വീണ ആദിവാസി വീട്ടമ്മയ്ക്ക് പരിക്ക്. വനത്തിനുള്ളിൽ വിറക് ശേഖരിക്കുവാൻ പോകുന്നതിനിടെ സമീപത്ത് കാട്ടുപോത്ത് നിൽക്കുന്നത് കണ്ട് ഭയന്നോടിയ ആദിവാസി വീട്ടമ്മയ്ക്കാണ് പരിക്കേറ്റത്. കുമളി മന്നാക്കുടി സ്വദേശിനി മഞ്ജു ചന്ദ്രനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം നടന്നത്. തേക്കടി റേഞ്ചിലെ ശകുന്തളക്കാടിന് സമീപത്ത് വെച്ചാണ് മഞ്ജുവും ഒപ്പമുള്ളവരും കാട്ടുപോത്തിന് മുന്നിൽ പെട്ടത്. ഭയന്നോടുന്നതിനിടെ വീണ് പരിക്കേറ്റ മഞ്ജുവിനെ മറ്റുള്ളവർ ചേർന്ന് എടുത്തുകൊണ്ട് കാടിന് പുറത്തേക്ക് എത്തിച്ചു. തുടർന്ന് കുമളി സർക്കാർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ജുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. BBC ന്യൂസ്, കുമളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പണിതിട്ടും പണിതിരാത്ത തൊടുപുഴ നഗരസഭ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര നാശത്തിന്റെ വക്കിൽ. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ കരിമണ്ണൂർ പഞ്ചായത്തിലെ വേനപ്പാറയിലെ അപകടാവസ്ഥയിലായ ഫ്ളാറ്റ് DCC പ്രസിഡന്റ് CP മാത്യുവും കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫും സന്ദർശിച്ചു. റിട്ടയർഡ് അധ്യാപിക PR സരോജിനിയമ്മ എഴുതിയ നടന്നു കയറിയ വഴികൾ ആത്മകഥ 30-ന് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സിന് ഫൈനൽ ഫയർ NOC ലഭിച്ചതായി നഗരസഭാ ചെയർമാൻ K ദീപക് അറിയിച്ചു. കിക്ക് ഡ്രഗ്സ് CS2 സ്പോർട്സിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ണപ്പുറത്തെ പ്രമുഖ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കായിക താരങ്ങളെ ആദരിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.